വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ നമസ്കാരം. ഞാൻ മതിമോൾ. അപ്പോൾ എനിക്കിന്ന് നിങ്ങളുമായിട്ട് പങ്കിടാനുള്ള വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒതൻറ്റിസിറ്റിയെ കുറിച്ചാണ്. അപ്പോൾ ഒരു പേഴ്സൺ, ഒതൻറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി അയാളുടെ യഥാർത്ഥമായിട്ടുള്ള വ്യക്തിത്വം എന്തുമാത്രം അയാളുടെ ജീവിതത്തിൽ വരുത്തുന്നുണ്ട്, അയാളുടെ ഇഷ്ടപ്പെട്ട രീതിയിലാണോ അയാൾ ജീവിക്കുന്നത്, അയാളുടെ യഥാർത്ഥമായിട്ടുള്ള ആ വ്യക്തിത്വമാണോ നമ്മളുടെ മുമ്പിൽ കാണിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ചുറ്റും കാണുന്ന പല വ്യക്തികളും അല്ലെങ്കിൽ നമ്മൾ തന്നെ പലപ്പോഴും മുഖം മൂടി അണിഞ്ഞവരാണ്. നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വം പുറത്ത് കാണിക്കാതെ ഒളിച്ചു വെച്ച് ജീവിക്കുന്നവരാണ്. നമ്മുടെ മനസ്സിലൊന്നാണെങ്കിൽ പുറത്ത് മറ്റൊന്ന് കാണിക്കുന്നവരാണ്. നമ്മുടെ ഇഷ്ടങ്ങളോ താല്പര്യങ്ങളോ നമ്മൾ പുറത്ത് പലപ്പോഴും നമുക്ക് കാണിക്കാൻ ധൈര്യമില്ലാത്തവരാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെയാണ് ഞാനിന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, നമ്മൾ മലയാളികളാണ് നമ്മളുടെ വ്യക്തിത്വം ഏറ്റവും കൂടുതൽ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നവരായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഞാനിപ്പോൾ പുറം നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി അല്ലേ. പക്ഷെ ഞാൻ നോക്കുമ്പോൾ അവരൊക്കെ അവരുടെ ഇഷ്ടം അനുസരിച്ചാണ് ജീവിക്കാൻ ശ്രമിക്കുന്നത്, അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത്. പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ മലയാളികൾ എന്താണോ നമ്മുടെ സമൂഹം നമ്മളെ അപ്രൂവ് ചെയ്യുന്നത് അതിൽ മാത്രം ആനന്ദം കാണുന്നവരാണ്. അപ്പം നമ്മൾ ഓർത്തു നോക്കുക, നമ്മൾ ഓരോ വ്യക്തികളും ജനിച്ചിട്ടുള്ളത് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവമായിട്ടും കാണാനും ആഗ്രഹങ്ങളും ഇഷ്ടങ്ങളും എല്ലാമായിട്ട് ഓരോ വ്യക്തിയും വ്യത്യസ്തരായിരിക്കും. നമ്മൾ ഒരു വ്യക്തിയെ പോലെ മറ്റൊരു വ്യക്തിയെ കാണാൻ പറ്റില്ല അല്ലേ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്നുള്ള ഒരു പേഴ്സൺ, ആ ഒരു പേഴ്സന്റെ എസൻസ് എന്ന് പറയുന്നത് അയാളുടെ ആ വ്യത്യസ്തതയാണ് അയാളെ അയാളാക്കി മാറ്റുന്നത്. പക്ഷേ നമ്മൾ ഒരിക്കലും ആ വ്യത്യസ്തത അംഗീകരിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ്. എന്താണോ സമൂഹം കൽപ്പിച്ചിട്ടുള്ള ഒരു നല്ല വ്യക്തി, അതായി തീരാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ നമ്മൾക്ക് എന്താണോ ഇഷ്ടങ്ങൾ, നമ്മളെന്നുള്ള വ്യക്തി ആരാണ് എന്നുള്ളത് ചെറുപ്രായം മുതൽ മറച്ചു വെക്കാൻ നമ്മളുടെ പേരൻസ് നമ്മളെ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ നിർബന്ധിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഓർത്തു നോക്കുക, നമ്മൾ ജനിച്ചു വീഴുന്നത് തന്നെ ഒരു മതത്തിലേക്കാണ് അല്ലേ. നമ്മൾക്ക് അറിയില്ലാത്ത ഒരു പ്രായത്തിൽ, നമ്മൾക്ക് തിരിച്ച് സംസാരിക്കാൻ കഴിയാത്ത ഒരു പ്രായത്തിൽ ഒന്നും അറിയാതെ തന്നെ നമ്മൾ ഓരോ മതസ്ഥരായി മാറിയിട്ടുള്ളവരാണ്. പിന്നീടുള്ള ജീവിതം അതനുസരിച്ച് ജീവിക്കുന്നു. നമ്മൾ എന്ത് സ്വഭാവമാണ് ഈ സമൂഹം അംഗീകരിക്കുന്നത്, ആ സ്വഭാവങ്ങൾ മാത്രം പുറത്ത് കാണിക്കാനായിട്ട് നമ്മളെ പേരൻസ് പ്രേരിപ്പിക്കുന്നു. നമ്മളിലുള്ള മറ്റു കഴിവുകളോ അഭിപ്രായങ്ങളോ നമ്മളുടെ വ്യക്തിത്വമോ പുറത്ത് കാണിക്കാൻ ചെറുപ്പം മുതൽ അതെല്ലാം സപ്രസ് ചെയ്ത് അടക്കി വെക്കാനാണ് നമ്മളുടെ പേരൻസ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ ചെറുപ്രായത്തിൽ മുതൽ അത് നമ്മൾ ശ്രമിച്ചു തുടങ്ങുന്നു. നമ്മൾ ഏതെങ്കിലും അവസരത്തിൽ പേരൻസിനോട് എതിർത്ത് സംസാരിക്കുകയോ നമ്മൾക്കത് എന്തെങ്കിലും ചെയ്യാൻ ഇഷ്ടമല്ലാത്തത് നമ്മൾ പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ശിക്ഷിക്കും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള വ്യക്തിത്വം എന്താണെന്ന് അറിയാത്തവരാണ്. ഞാൻ ഉൾപ്പെടെ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോൾ 60 വയസ്സാവുന്നെങ്കിലും എനിക്കിപ്പോഴും അറിയില്ല യഥാർത്ഥത്തിൽ എന്താണ് എൻ്റെ ആഗ്രഹങ്ങൾ, ഞാനെന്ന വ്യക്തി ആരാണ് ശരിക്കും. അപ്പോൾ നമ്മൾ സ്കൂളിൽ പോയി തുടങ്ങുന്ന ഒരു പ്രായമാവുമ്പോൾ പിന്നെയുള്ള ഒരു 10-20 വർഷം എന്താണോ നമ്മുടെ പേരൻസ് ഏത് സ്കൂളിലാണോ വിടാൻ തീരുമാനിച്ചത്, എന്ത് പഠിക്കാനാണോ തീരുമാനിച്ചിട്ടുള്ളത്, അതനുസരിച്ച് അടുത്ത ഒരു 10-20 വർഷം കൂടി നമ്മൾ അങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലേ. അത് ഒരു കണക്കിന് പറഞ്ഞാൽ ചെറുപ്രായത്തിൽ അത് വേണ്ടതാണ്. പേരൻസ് തന്നെയാണ് പഠിക്കാൻ വിടേണ്ടതും പല കാര്യങ്ങളും. അല്ലെങ്കിൽ പല കുട്ടികളും ചിലപ്പോൾ വഴി തെറ്റിപ്പോവും അല്ലേ. പക്ഷേ അതിനൊക്കെ ഒരു ലിമിറ്റുണ്ട് എന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ജീവിതകാലം മുഴുവൻ പേരൻസ് കൺട്രോൾ ചെയ്യേണ്ട കാര്യമില്ല അല്ലേ. അതൊക്കെ ഒരു ചെറുപ്രായത്തിൽ വരെ നമ്മളെ എങ്ങനെ പെരുമാറണമെന്നും എങ്ങനെ സത്യസന്ധമായിട്ട് ജീവിക്കണമെന്നും എങ്ങനെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ലൈഫ് വേണമെന്നൊക്കെ പേരൻസ് പഠിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഈ ജീവിതകാലം മുഴുവൻ എങ്ങനെ ജീവിക്കണം, അതുപോലെ തന്നെ നമ്മുടെ പഠിത്തം കഴിയുമ്പോൾ എങ്ങനെയുള്ള ജോലിക്ക് പോകണം എന്നുള്ളതോ അല്ലെങ്കിൽ ആരെ വിവാഹം ചെയ്യണം എന്നുള്ളതും നമ്മുടെ പേരൻസ് തന്നെയാണ് തീരുമാനിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്
പക്ഷെ ആ കാര്യത്തിന് പോലും നമുക്ക് ഫ്രീഡം ഇല്ല. ഓർത്ത് നോക്കുക, പേരൻസ് കണ്ടുപിടിക്കുന്ന, പേരൻസ് തീരുമാനിക്കുന്ന സ്ത്രീധനം വാങ്ങി, അല്ലെങ്കിൽ എന്തുമാത്രം പഠിപ്പുള്ള ആളായിരിക്കണം, ജോലിയുള്ള ആളായിരിക്കണം, ഏത് വീട്ടിൽ നിന്നായിരിക്കണം, ഇതെല്ലാം പേരൻസ് തീരുമാനിക്കുന്നതാണ് എന്നുള്ളതാണ്. അപ്പോൾ 10-25 വയസ്സായാലും നമ്മൾക്ക് ഇഷ്ടമുള്ള ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത് ഒരു തെറ്റായി കാണുന്ന സമൂഹം. അപ്പോഴും നമ്മളെന്നുള്ള വ്യക്തി, ഈ വ്യക്തിത്വത്തിന് എന്താണ് ആഗ്രഹമുള്ളത് എന്നുള്ളതിന് യാതൊരു ഇമ്പോർട്ടൻസും കൊടുക്കുന്നില്ല. ഏത് സ്ത്രീയെ കല്യാണം കഴിച്ചാലാണ്, ഏത് പുരുഷനെ കല്യാണം കഴിച്ചാലാണ് ഈ സമൂഹം നമ്മളെ നല്ല രീതിയിൽ കാണുന്നത് എന്നുള്ളതിനാണ് പേരൻസ് പോലും പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ നമ്മുടെ വ്യക്തിത്വത്തിനോ നമ്മുടെ ആഗ്രഹങ്ങൾക്കോ പേരൻസ് ഭയപ്പെട്ട് തന്നെയാണ്, ഈ സമൂഹത്തെ ഭയപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മൾ കല്യാണം കഴിക്കാനും തയ്യാറാവുന്നു. ജീവിതകാലം മുഴുവൻ പലരും ആ ഇഷ്ടമല്ലാത്ത വ്യക്തിയുടെ കൂടെ ജീവിച്ച് തീർക്കുന്നവരാണ് അല്ലേ? നമ്മൾ കേരളത്തിൽ ഇരുന്നിട്ട് പറയുമോ, അയ്യോ മറ്റ് രാജ്യങ്ങളിലുള്ള മനുഷ്യർക്ക് എന്തൊരു മോശമാണ്, അവർ പേരൻസിന് ഇഷ്ടപ്പെട്ട ഒരു പാർട്ട്ണറെ അല്ല തിരഞ്ഞെടുക്കുന്നത്. അത് തെറ്റായിട്ടാണ് നമ്മൾ കാണുന്നത്. പക്ഷേ നമ്മൾ ഓരോ വ്യക്തികളും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, നമ്മൾ ചെയ്യുന്നതല്ലേ വിഡ്ഢിത്തരം. ഈ സമൂഹത്തിനെ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ പേരൻസിൻ്റെ ഇഷ്ടം നോക്കി കല്യാണം കഴിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ, ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കാം നമുക്ക്. പക്ഷേ നമ്മുടെ പാർട്ട്ണറെ തിരഞ്ഞെടുക്കുന്നത്, എന്നിട്ടും മറ്റുള്ളവർ മോശമാണ്, നമ്മൾ പേരൻസിന് ഇഷ്ടപ്പെട്ട വ്യക്തിയെ കല്യാണം കഴിച്ചു, നമ്മളാണ് നല്ല വ്യക്തി എന്നുള്ള അഭിനയത്തിൽ നമ്മൾ ജീവിക്കുന്നു. പലരും ആ കല്യാണം കഴിച്ച് അന്നു മുതൽ ഇഷ്ടമല്ലാത്ത ഒരു വ്യക്തിയുടെ കൂടെ എത്രയോ 10-60 വർഷങ്ങൾ ജീവിച്ച് തീർക്കുന്നു, അഭിനയിച്ച് തീർക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഓർത്തു നോക്കുക, നമ്മൾ അറിയാതെ തന്നെ ഒരു മതത്തിൽ ജനിക്കുന്നു. നമുക്ക് ഇഷ്ടമുള്ളതായിരിക്കില്ല നമ്മൾ വിദ്യാഭ്യാസം നേടുന്നത്, ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ ആയിരിക്കില്ല കല്യാണം കഴിക്കുന്നത്, നമ്മൾക്ക് ഇഷ്ടമായിട്ടായിരിക്കില്ല കുട്ടികളുണ്ടാവുന്നത്. ഇത് ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് പോവുകയാണ് അഭിനയം അല്ലേ? നമ്മുടെ യഥാർത്ഥ വ്യക്തിത്വം മറച്ചു വെച്ച് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ഓർക്കണം, നമ്മളെ തന്നെ നമ്മൾ വഞ്ചിക്കുകയാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോൾ വോട്ട് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, എന്തിനാണ് ഈ കേരളത്തിലെ ഇലക്ഷൻ? എന്താണെന്ന് വെച്ചാൽ അവരവരുടെ ആഗ്രഹമനുസരിച്ച് ഏത് പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്നൊന്നും തീരുമാനിക്കാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഫ്രീഡം ഇല്ല. മാത്രമല്ല പുരുഷന്മാർക്കും അതിനുള്ള ധൈര്യമില്ല. പണ്ടത്തെ ആ ജന്മികളുടെ കാലത്ത് എങ്ങനെയായിരുന്നു? ജന്മികളുടെ പോക്കറ്റ് വീർപ്പിക്കാനായിട്ട് പാവങ്ങളായിട്ടുള്ളവർ അധ്വാനിച്ച് അവരെ തൊഴുത് ജീവിച്ചു, അവർ പറയുന്നത് കേട്ട് അടിമകളായിട്ട്. അതുപോലെ തന്നെയാണ് ഇന്നും കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഭരണാധികാരികളുടെ പോക്കറ്റ് വീർപ്പിക്കാനായിട്ട് കേരളത്തിലുള്ളവർ പോയി വോട്ട് ചെയ്യുന്നു. അവർക്കറിയാം അവർ പറ്റിക്കുകയാണ്, അഴിമതി നടത്തി ഇവർ പോക്കറ്റ് വീർപ്പിക്കുകയാണ് എന്നവർ 10-70 വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെതിർത്ത് വോട്ട് ചെയ്യാനുള്ള ധൈര്യം അടിമകളായ മലയാളികൾക്കില്ല. ആരെയെങ്കിലും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കാൻ അടിമകളായ മലയാളികൾക്ക് ഇന്നും പറ്റില്ല എന്നുള്ളതാണ്. ജീവിതത്തിൽ കുട്ടികൾ വേണ്ട എന്ന് വെക്കാനുള്ള ആ ധൈര്യം ഇന്നും മലയാളികൾക്കില്ല. ഒരു വ്യക്തിയെ, നമുക്ക് ചേരാത്തിയ ഒരു വ്യക്തിയെ കല്യാണം കഴിച്ച് പോയിട്ടുണ്ടെങ്കിൽ തന്നെ ആ വ്യക്തിയിൽ നിന്ന് പിരിഞ്ഞ് സ്വന്തം ജീവിക്കാനുള്ള ധൈര്യം ഇന്നും മലയാളിക്കില്ല. അങ്ങനെ അടിമയായി തീർന്നവരാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഈ കുറച്ചു വർഷങ്ങൾ, ഈ ഭൂമിയിൽ കിട്ടിയിട്ടുള്ള ഈ കുറച്ചു വർഷങ്ങൾ നമ്മളിങ്ങനെ ഈ പഴയ ജന്മികളെ ഭയന്നതുപോലെ, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരെ ഭയന്നതുപോലെ ഈ സമൂഹത്തെ പേടിച്ച് ജീവിച്ച് തീർത്താൽ മതിയോ? നമുക്ക് കുറച്ചെങ്കിലും നമ്മുടെ ജീവിതം ജീവിക്കണ്ടേ? അപ്പോൾ നിങ്ങൾ ഓർക്കും, എങ്ങനെയാണ് അങ്ങനെ ഒതന്റിക് ആയിട്ട് ജീവിക്കുന്നത്? ശരിയാണ്, നമുക്ക് അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം നമുക്ക് നമ്മുടെ വ്യക്തിത്വം തന്നെ ഇന്നുവരെ മനസ്സിലായിട്ടില്ല. നമ്മളെ പറ്റി നമ്മൾക്ക് തന്നെ കുറച്ച് അറിവേ ഉള്ളൂ. ആ അറിവുള്ള ആ വ്യക്തിത്വം തന്നെ നമ്മൾ മറച്ചു വെക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊന്ന് ഓർത്ത് നോക്കുക, നമുക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ. ഇപ്പം എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്ക് ചെറുപ്പത്തിലേയുള്ള കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്. ഞാൻ ഒരു മുഖം മൂടിയും അണിയാതെ, യാതൊരു അഭിനയവുമില്ലാതെ ഞാനെന്നുള്ള വ്യക്തി, യഥാർത്ഥ വ്യക്തി 100%ഉം എൻ്റെ കുറവുകളും കുറ്റങ്ങളും ഓപ്പണായിട്ട് എനിക്ക് സംസാരിക്കാൻ പറ്റുന്ന ആ ഫ്രണ്ട്സ്, അപ്പോഴാണ് ഞാൻ എൻ്റെ മാക്സിമം എൻ്റെ ലൈഫ് എൻജോയ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് ഞാൻ തുറന്നു പറയുന്നത്, ആ അഭിനയിച്ചുള്ള ജീവിതത്തിൽ ക്കായാലും എത്രയോ നല്ലതാണ് ഒതന്റിക് ആയിട്ടുള്ള ഒരു ലൈഫ്. പക്ഷെ അത് കുറച്ച് റിസ്കി ആയിട്ടുള്ള ലൈഫാണ്. പലരും നമ്മളെ അപ്രൂവ് ചെയ്ത് എന്ന് വരില്ല.
പലർക്കും നമ്മൾ തുറന്നു പറയുമ്പോൾ ഇഷ്ടമായി എന്ന് വരില്ല. നമ്മുടെ അഭിപ്രായങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ പേരൻസിനോട് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടി കിട്ടും, അല്ലേ? അവർ പറയുന്നത് അനുസരിച്ചോളണം. അതുപോലെ തന്നെയാണ് നമ്മൾ ടീച്ചേഴ്സിൻ്റെ അടുത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾക്ക് അടി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ക്ലാസ്സിൽ നിന്നോ സ്കൂളിൽ നിന്നോ പുറത്താക്കി എന്ന് വരും എന്നുള്ളതാണ്. അതുകൊണ്ട് വളരെ റിസ്കി ആയിട്ടുള്ള കാര്യം തന്നെയാണ് നമ്മൾ നമ്മുടെ അഭിപ്രായത്തിനനുസരിച്ച് ജീവിക്കുക, നമ്മുടെ യഥാർത്ഥമായിട്ടുള്ള സ്വഭാവം പുറത്തെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അതിൻ്റെ സുഖമൊന്ന് വേറെ തന്നെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ കേരളത്തിൽ ജീവിച്ച കാലം മുഴുവൻ അതുപോലെ തന്നെയായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ ടീച്ചേഴ്സും പേരൻസും നാട്ടുകാരും എല്ലാം അവരുടെയൊക്കെ അപ്രൂവൽ കിട്ടാൻ വേണ്ടി അഭിനയിച്ച് തന്നെ ജീവിച്ച ഒരാളാണ്. ഈ മുഖം മൂടി ചെറുപ്പം മുതൽ അണിഞ്ഞ ഒരാൾ തന്നെയാണ് ഞാനും. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഒരു പ്രായം കഴിഞ്ഞപ്പോൾ ഈ നാട്ടിലേക്ക് വന്നിട്ടും അഭിനയം തുടർന്നു എന്നുണ്ടെങ്കിലും ഇവിടെയുള്ളവർ അത്രയ്ക്ക് ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെ മറ്റുള്ളവർ കരുതും എന്നുള്ള ആ ഭയം എൻ്റെ ഉള്ളിലായിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ നാട്ടിലുള്ളവർ ഞാൻ എങ്ങനെ പെരുമാറുന്നു എന്നുള്ള ശ്രദ്ധിച്ചല്ല അവർ ആനന്ദം കണ്ടെത്തുന്നത്. അവർക്ക് അവരുടേതായ ഹാപ്പിനെസ് അവരുടെ ജീവിതത്തിൽ കണ്ടുപിടിക്കുകയാണ്. അവർക്ക് ഇഷ്ടപ്പെട്ട ജോലി, അവർക്ക് ഇഷ്ടപ്പെട്ട പാർട്ട്ണറെ അവർ കണ്ടുപിടിക്കുകയാണ്. ഞാനാണ് എൻ്റെ മനസ്സിൽ ചെറുപ്പത്തിലെ പഠിച്ച ഒരു കുഴപ്പമാണിത്, മറ്റുള്ളവരെന്ത് ചിന്തിക്കും എന്നുള്ള പേടി. അതുകൊണ്ട് എനിക്ക് കുറേയൊക്കെ ആ മുഖം മൂടി മാറ്റാൻ പറ്റി എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ്, പുള്ളി ഒരിക്കലും എൻ്റെ പേഴ്സണാലിറ്റി മാറ്റാൻ ശ്രമിച്ചിട്ടുള്ള ഒരു വ്യക്തിയല്ല. ഞാനെന്നുള്ള വ്യക്തി എൻ്റെ തെറ്റുകളും ശരികളും എങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് എന്ന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു ജീവിതമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അഭിനയിക്കേണ്ടതായിട്ട് വരുന്നില്ല. എനിക്ക് ഓർത്തു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യം അതാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ പാർട്ട്ണറുടെ അടുത്ത് എനിക്ക് അഭിനയിക്കേണ്ടതായി വരുന്നില്ല. എന്താ, മക്കൾ നമ്മുടെ അടുത്ത് കാണില്ല ജീവിതകാലം മുഴുവൻ, അല്ലേ? അതുപോലെ നമ്മുടെ അയൽവക്കക്കാരോ ബന്ധുക്കളോ ഒന്നും ആയിരിക്കില്ല നമുക്ക് ചുറ്റും എപ്പോഴും ഉള്ളത്. നമ്മുടെ പാർട്ട്ണറാണ്. ആ പാർട്ട്ണറുടെ അടുത്ത് നമുക്ക് മുഖം മൂടി അണിയാതെ ജീവിക്കാൻ പറ്റുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഭാഗ്യമാണ്. എന്താന്ന് വെച്ചാൽ ഈ മുഖം മൂടി അണിയാത്ത സമയത്ത് മാത്രമാണ് നമ്മൾ യഥാർത്ഥമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് ആരുടെ അടുത്താണോ ആ മുഖം മൂടിയില്ലാതെ ജീവിക്കാൻ പറ്റുന്നത്, ആ അഭിനയമില്ലാതെ നിങ്ങളെ അംഗീകരിക്കുന്നത് ആരാണോ, നിങ്ങൾ അവരുടെ അടുത്ത് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുക. നിങ്ങൾ ആരുടെ അടുത്താണോ കൂടുതൽ നേരം ആ മുഖം മൂടി ധരിക്കേണ്ടി വരുന്നത്, അവരെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അകറ്റി നിർത്താൻ ശ്രമിക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ജീവിതം സന്തോഷമുള്ള ജീവിതമല്ല. അഭിനയിച്ചുള്ള ജീവിതം സന്തോഷമുള്ള ഒരു ജീവിതമല്ല. അത് നിങ്ങൾക്ക് അത്രമാത്രം സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന് മനസ്സിലാക്കുക. അത് നിങ്ങളുടെ ആരോഗ്യത്തെയും സന്തോഷത്തെയും ബാധിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. കുറേയൊക്കെ ധൈര്യം കാണിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വ്യക്തിത്വം പുറത്തു കാണിക്കാനും നമ്മുടെ അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കാനും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ ജീവിക്കാനുള്ള ആ തൻ്റെ ഇടം ഓരോ വ്യക്തിയും കാണിക്കുക. മറ്റുള്ളവരുടെ അംഗീകാരം കിട്ടാനായിട്ടോ അവരുടെ അപ്രൂവൽ നോക്കി ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതം ജീവിക്കാൻ പറ്റില്ല. കുറച്ച് വർഷങ്ങൾ മാത്രം ഈ ഭൂമിയിൽ കിട്ടിയിട്ടുള്ള ജീവിതം ഈ നാട്ടുകാരുടെ അപ്രൂവൽ നേടാനായിട്ട് നിങ്ങൾ ഹോമിച്ച് കളയരുത്. നിങ്ങൾ ധൈര്യത്തോടു കൂടി ജീവിക്കാൻ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെയുള്ളൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ മാക്സിമം എങ്ങനെ മുഖം മൂടി അവോയ്ഡ് ചെയ്യാം എന്ന് ശ്രമിക്കുന്ന ആളാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ പറഞ്ഞതുപോലെ കുറച്ച് നാൾ കിട്ടിയ ഈ ജീവിതം എനിക്ക് ആസ്വദിക്കണം. ഈ മുഖം മൂടിയിട്ട് കളയാനുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതുപോലെ വീഡിയോ ചെയ്യുന്നത്. എനിക്കറിയാം ഇതിനെ എതിർത്ത് സംസാരിക്കുന്നവരും പുച്ഛിക്കുന്നവരും പല അഭിപ്രായമുള്ളവരും ഒക്കെ കാണും. പക്ഷേ അവർക്കായിട്ട് എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ മാറ്റിവെക്കുകയോ ഞാനല്ലാതെ അവരുടെ മുമ്പിൽ മുഖം മൂടി ധരിച്ച് മറ്റൊരാളായി പേടിച്ച് ജീവിക്കാനോ ഞാൻ തയ്യാറല്ല. എൻ്റെ ജീവിതം എനിക്ക് ജീവിക്കാനുള്ളതാണ് എന്ന് ഞാൻ മനസ്സിലാക്കി അതിനായിട്ട് ശ്രമിക്കുന്നു. നിങ്ങളും ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ബൈ നൗ.